മണ്ണുമാഫിയ നിരന്തരം ആക്രമിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തതിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന ആരോപണം. തിരുവാലത്തൂർ സ്വദേശിയും ആനമങ്ങാട് താമസക്കാരനുമായ എം സുരേഷാണ് വാർത്താസമ്മേളനത്തിൽ മണ്ണുമാഫിയയ്ക്കും പോലീസിനുമെതിരെ ആരോപണമുന്നയിച്ചത്. ടിപ്പർ ജീവനക്കാരനായിരുന്ന സുരേഷ് ഈ ജോലി വേണ്ടെന്ന് വെച്ചതിന് ശേഷം മണ്ണുകടത്ത് സംബന്ധിച്ച ഒറ്റുകൊടുക്കുന്നുവെന്നാരോപിച്ചാണ് ആക്രമണവും ഭീഷണിയും തുടരുന്നതെന്ന് ഇയാൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 13/3/24 എൻ്റെ വലിയമ്മ മരിച്ച വിവരം അറിഞ്ഞ് പാറ എലപ്പുള്ളി വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് AKG നഗർ എന്ന സ്ഥലത്ത് വെച്ച് രാജൻ്റെ മകനായ രാഹുൽ കണ്ടാലറിയുന്ന രണ്ടാൾ ഇരുമ്പ് വടി കൊണ്ടുവന്ന് എൻ്റെ വണ്ടി റണ്ണിങ്ങിൽ തന്നെ വലത് കൈയിൻ്റെ തോട്ടിൽ അടിച്ചു. അതിനുശേഷം ബൈക്ക് ക്രോസിട്ട് നിർത്തി എൻ്റെ ഇടത് കൈയിൻ്റെ എല്ല് തല്ലിപ്പൊട്ടിച്ചു. അതിൻ്റെ പേരിൽ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിച്ചു. എന്നിട്ട് അത് കേസായി. അതിൻ്റെ പേരിൽ പോലീസ് അന്വേഷിച്ച ഒരു നടപടിയും എടുത്തില്ല. എല്ല് പൊട്ടിയ സെക്ഷൻ ആഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് SP ഓഫീസിൽ 15/5/24 SP-ക്ക് നേരിട്ട് പരാതി ബോധിപ്പിച്ചു. അതിൻ്റെ ഫയൽ നമ്പർ 40545. 18,500 രൂപ ആ അടിച്ചവനും എടുത്തിട്ട് പോയി. അതിൻ്റെ പേരിൽ ഒരു അന്വേഷണവും നടന്നിട്ടില്ല. പല പ്രാവശ്യം സ്റ്റേഷനിലും SP ഓഫീസിലും പോയി അന്വേഷിച്ചു എന്നല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിനുശേഷം 15/1/25 പാലക്കാട് CGM കോടതിയിൽ അവർ ഈ രാജൻ്റെ മകനായ പ്രതിയായിട്ടുള്ള കേസിൻ്റെ എൻ്റെ വിസ്താരമായിരുന്നു 68/19 കേസ് നമ്പർ. അതിനെ വിസ്തരിക്കുന്നതാണ് എന്നെ. അതിനുവേണ്ടി ഞാൻ പാലക്കാട്ടേക്ക് വരികയായിരുന്നു. തൂത കഴിഞ്ഞ് കാറിൽ മണ്ണ എത്താവുന്ന സമയത്ത് എൻ്റെ പിന്നാലെ KL 70C246 എന്ന കാർ നമ്പറിൽ വന്ന രണ്ടാൾ കാറ് ഇടിച്ച് എന്നെ വീഴ്ത്തി. അതിൻ്റെ പേരിൽ മൗലാന ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായി. അത് അറിയാതെ അവർക്ക് സംഭവിച്ചാണ് എന്ന് പറഞ്ഞ് ആക്സിഡൻറ്റ് കേസായി തീർത്തു. അത് കൊലപാതകമാണെന്ന് അറിഞ്ഞത് 23/1/25 നമുക്കത് വിവരം കിട്ടിയത്. അതിൻ്റെ പേരിൽ ചെറുപ്പശ്ശേരി സ്റ്റേഷനിൽ 23-ാം തീയതി തന്നെ SIക്കും CIക്കും നമ്മൾ നേരിട്ട് അവരുടെ ഫോട്ടോ സഹിതം കൈമാറി. 24-ാം തീയതി നമ്മൾ നേരിൽ പോയി പരാതി ബോധിപ്പിച്ചു. അവരെ വിളിപ്പിച്ചു. ഞങ്ങളും പോയി നമ്മുടെ മൊഴിയെടുത്തു. അവർ നമ്മുടെ മുന്നിൽ തന്നെ SIൻ്റെയും CIൻ്റെയും നിർദ്ദേശപ്രകാരം വിട്ടയച്ചു. ഇന്ന് വരെ അതിൻ്റെ പേരിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇന്ന് SP ഓഫീസിൽ പോയി അതിൻ്റെ പേരിൽ പരാതി കൊടുത്തു. ടിപ്പർ ഉടമയും മണ്ണുകടത്തിന്റെ പ്രധാനിയുമായ പാലക്കാട് കല്ലിങ്കൽ രാജനും മകൻ രാഹുലുമാണ് ആക്രമണത്തിന് പിന്നിലെന്നും സുരേഷ് ആരോപിച്ചു. 2024 മാർച്ച് 13 പാറ എലപ്പുള്ളിയിലെ അമ്മായിയുടെ മരണദിനത്തിൽ വന്ന് തിരിച്ചു പോകുമ്പോഴാണ് എലപ്പുള്ളി AKG നഗറിൽ വെച്ച ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. കൈക്കും ഇടതുകാലിനും കമ്പിവടി കൊണ്ട് അടിക്കുകയായിരുന്നു. ഇടതുകാലിലെ എല്ല് പൊട്ടുകയും ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് ജില്ലാശുപത്രിയിൽ ചികിത്സ തേടി. രാജനും മകനും മറ്റ് രണ്ടുപേരുമാണ് ഇരുമ്പുവടി കൊണ്ട് ആക്രമിച്ചത്. പിന്നീട് ആനമങ്ങാട് നിന്നും പാലക്കാട്ടേക്ക് വരുന്ന വഴി കാറൽമണ്ണിൽ വെച്ച് സഞ്ചരിച്ച ബൈക്കിൽ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ തന്നെ നാട്ടുകാരാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്ന് സുരേഷ് ആരോപിച്ചു. രാജൻ 10 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്ത ടീമാണ് കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് എന്നാണ് സുരേഷ് പറയുന്നത്. ഇതിനുശേഷവും തനിക്കും കുടുംബത്തിനും നേരെ വധഭീഷണി തുടരുകയാണ്. ആക്രമിക്കപ്പെട്ടതിനു ശേഷം തെളിവ് സഹിതം പോലീസിൽ പരാതി നൽകിയിട്ടും നിസ്സാര വകുപ്പുകൾ മാത്രം ചോർത്തി പ്രതികളെ രക്ഷപ്പെടുത്താനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും രാജനും മകൻ രാഹുലിനുമെതിരെയും അന്വേഷണം നടത്തി ശിക്ഷ ഉറപ്പാക്കണമെന്നും സുരേഷ് പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.